പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും. അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഏത് മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട ഒരു ക്യാരക്ടറാണ് കേൾപ്പാൻ വേഗത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി തിരക്കുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ തിരക്കുള്ള ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ജീവിക്കുന്നവരാണ് നാം. നമുക്ക് ബിസി ഷെഡ്യൂൾസിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകളോടോ സംസാരിക്കാൻ പോലും ടൈമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാമൊക്കെ ജീവിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് കേൾപ്പാൻ വേഗത. ആർക്കും ഒന്നും കേൾക്കാൻ സമയമില്ല. ഒരു വ്യക്തിയുടെ അവസ്ഥയൊന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാനോ പലർക്കും സമയമില്ലാത്ത ഒരു തിരക്കേറിയ ലോകത്തിന് മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ കേൾപ്പാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേഗതയുണ്ടായിരിക്കണം. മറ്റുള്ള വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ഒരു മനുഷ്യൻ്റെ നേച്ചർ തന്നെയാണ് നമ്മൾ പറയുന്ന മറ്റുള്ളവർ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ദൈവസന്നിധിയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് പറയാറുണ്ട്. പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, കർത്താവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കർത്താവ് പറയുന്ന കേൾക്കാൻ നമ്മളിൽ എത്ര പേർ റെഡിയാണ്? കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ലിസ്റ്റ് തന്നെ കുറയുന്നില്ല. നമ്മൾ ദൈവസന്നിധാനത്തിൽ ചെന്നിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൽ ഫുൾ 10 മിനിറ്റ്സും കർത്താവ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലേ. ശമൂവേൽ പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്, അരുളിച്ചെയ്യണമേ അടിയൻ കേൾക്കുന്നു. ആ പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. താൻ തൻ്റെ അവൈലബിലിറ്റി ദൈവസന്നിധിയിൽ പറയുക. ശമൂവേൽ പറയുക, കർത്താവ് ഞാൻ കേൾക്കുന്നുണ്ട്, കർത്താവ് സംസാരിച്ചു, കുഴപ്പമില്ല, ഞാൻ കേൾക്കുന്നുണ്ട് എന്നൊരു അവൈലബിലിറ്റി. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, കർത്താവിൻ്റെ സന്നിധിയിൽ അവൈലബിൾ ആകുക. കേൾപ്പാൻ നമുക്കൊരു വേഗത ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി ഈ അടുത്തിടയ്ക്ക് കണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടുവരുന്ന കാര്യങ്ങളാണ്, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ശ്രവിക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ആരുമില്ല. ഇത് ഒത്തിരി നാളുകളായി കേട്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ കേൾപ്പാനൊരു വേഗത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിരിക്കട്ടെ.